ആലപ്പുഴ കരുവാറ്റയിൽ നിന്ന് വന്ന ഒരു വാർത്ത ഇന്ന് കേരളത്തെ ആകെ ഞെട്ടിച്ചു. ആരാണെങ്കിലും ഞെട്ടും. കരുവാറ്റയിൽ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന വയോധികൻ കൊല്ലപ്പെടുന്നത് ശനിയാഴ്ചയാണ്. പോലീസ് അന്വേഷണത്തിൽ ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത് ആ കൊലപാതകത്തിന് പിന്നിൽ അദ്ദേഹത്തിന്റെ ബന്ധു തന്നെയായ ഒരു പെൺകുട്ടിയാണെന്നാണ്. പെൺകുട്ടി എന്ന് പറയുമ്പോൾ ശരിക്കും കുട്ടി, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി, 13 വയസ്സേ ഉള്ളൂ. അവൾ പറഞ്ഞതനുസരിച്ച് അവളുടെ കൂട്ടുകാരായ 3 ആൺകുട്ടികളും ചേർന്ന് ഈ കൊലപാതകം നടത്തിയതാണത്രേ. 3 ആൺകുട്ടികളുടെയും പ്രായം 18-ൽ താഴെ. പോലീസ് ഞെട്ടി. വാർത്ത കേൾക്കുന്ന ഞാനും നിങ്ങളും ഞെട്ടും. പക്ഷേ കൃത്യമായ തെളിവുകളുണ്ടെന്ന് പോലീസ് പറയുന്നു. 4 പേരും ഇപ്പോൾ കസ്റ്റഡിയിലാണ്. അറിയാമല്ലോ, പ്രായപൂർത്തിയായ കുട്ടികൾ ഉൾപ്പെട്ടിരിക്കുന്ന കുറ്റകൃത്യമായതുകൊണ്ട് അവരുടെ പേര് വിവരങ്ങൾ പറയാൻ പറ്റില്ല. അവരെ തിരിച്ചറിയുന്ന രീതിയിലുള്ള ഒരു സൂചകങ്ങളും നൽകാൻ കഴിയില്ല. അങ്ങനെയാണ് നമ്മുടെ നിയമം. അതുകൊണ്ട് അതീവ രഹസ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ആരെയും വിവരം അറിയിക്കാതെയായിരിക്കും കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൻ്റെ മുന്നിൽ ഹാജരാക്കുന്നതടക്കമുള്ള നടപടികൾ പോലീസ് ചെയ്യുക. ഈ കേസിൻ്റെ പിന്നാമ്പുറ കഥകൾ പോലീസ് പറയുന്നത് കേട്ടാൽ ഒന്ന് ഞെട്ടും. കുട്ടി ഇടയ്ക്കിടയ്ക്ക് രാത്രി വൈകിയാണ് വീട്ടിലെത്തുക. അത് അപ്പൂപ്പൻ ചോദ്യം ചെയ്യാറുണ്ട്, വഴക്ക് പറയാറുണ്ട്. അത് കുട്ടിക്ക് തീരെ ഇഷ്ടമായില്ല. മാത്രമല്ല, കുട്ടിക്ക് ഒരു ഐഫോൺ വാങ്ങണമായിരുന്നു. അതിനുള്ള വഴിയും കൂടിയാണ് കുട്ടി കണ്ടുപിടിച്ചത്. ഈ വീട്ടിൽ നിന്ന്, അപ്പൂപ്പനും കുട്ടിയും താമസിക്കുന്ന വീട്ടിൽ നിന്ന് സ്വർണവും പണവും ഒക്കെ മോഷ്ടിക്കുക. അതിന് കൂട്ടുവിളിച്ചത് മുമ്പ് ഈ പെൺകുട്ടി പഠിച്ചിരുന്നത് കൊല്ലത്ത് താമസിച്ചാണത്രേ. അവിടുത്തെ പരിചയമാണ് കൂട്ടുകാരുമായിട്ടുള്ളത്. അവരുമായിട്ട് ഫോണിൽ വിളിച്ച് ധാരണ എത്തുന്നു. ഇന്ന ദിവസം വീട്ടിൽ ആരും ഉണ്ടാവില്ല, കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ അപ്പൂപ്പൻ്റെ മറ്റൊരു മകളുടെ പ്രസവത്ത് ഭാര്യയും മകളും ആശുപത്രിയിൽ പോയിരിക്കണം. അപ്പോൾ അപ്പൂപ്പൻ മാത്രമേ വീട്ടിലുണ്ടാവുകയുള്ളൂ. അപ്പോൾ എത്ര മണിക്ക് വരണം, എങ്ങനെ വരണം, വീട്ടിനകത്തേക്ക് എങ്ങനെ കയറണം, എവിടെയാണ് സ്വർണവും പണവും ഒക്കെ വെച്ചിട്ടുള്ളത്, എല്ലാ വിവരങ്ങളും പെൺകുട്ടി കൂട്ടുകാർക്ക് പറയുന്നു. കൂട്ടുകാർ കൊല്ലത്ത് നിന്ന് ട്രെയിൻ ഇറങ്ങി അവിടെ എത്തുന്നു. രാത്രി വരുന്നു. ഷീറ്റിനുള്ളിൽ കൂടി കൈയിട്ട് വാതിൽ തുറക്കുന്നു, അകത്ത് കയറുന്നു. മോഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പൂപ്പൻ തടസ്സപ്പെടുത്തുന്നു. കട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ഷീറ്റ് ഉപയോഗിച്ചിട്ട് കൃത്യം നിർവഹിക്കുന്നു. പണവും സ്വർണ്ണം എടുക്കുന്നു, പോകുന്നു. പറഞ്ഞതെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ മോളെ എന്ന മട്ടിൽ വീഡിയോ കോൾ ചെയ്ത് പെൺകുട്ടിയോട് വിവരങ്ങൾ പറയുന്നു, പോകുന്നു. പിന്നീടാണ് ഈ വിവരം നാട്ടുകാർ അറിയുന്നു. അന്ന് പെൺകുട്ടി അവിടെ ഇല്ല. പെൺകുട്ടി നാട്ടുകാരും വന്ന് വീട് പൂട്ടി കിടക്കുകയാണെന്ന് പറഞ്ഞ് അന്വേഷിക്കുന്നു. അപ്പോഴാണ് കൊലപാതകം അറിയുന്നത്. പോലീസ് വരുന്നു, അന്വേഷിക്കുന്നു. എല്ലാ മുറികളും അലങ്കോലമാക്കിയിട്ടുണ്ടെങ്കിലും പെൺകുട്ടിയുടെ മുറി അലങ്കോലമാക്കിയിട്ടിരുന്നില്ല. അതിൻ്റെ ഒരു മട്ടുമാര്യം കണ്ടപ്പോൾ പോലീസിന് സംശയം തോന്നി. വീട്ടിൽ പരിചയമുള്ള, വീടിനെ കുറിച്ച് അറിയുന്ന ആരെങ്കിലും ആണോ ഇതിന് പിന്നിലെന്ന് പോലീസിന് തോന്നി. പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടി വാതിലിലും ജനൽപ്പടിയിലും കട്ടിലുമൊക്കെ മുളക് പൊടി വിതറിയിട്ടുണ്ടായിരുന്നു. പോലീസിനൊപ്പം വന്ന പോലീസ് നായ മണം പിടിച്ചോടിയത് തൊട്ടപ്പുറത്ത് പണി നടക്കുന്ന ഒരു വീട്ടിലേക്കാണ്. അവിടെ പണിക്ക് വന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ആരെങ്കിലും ആയിരിക്കുമോ എന്നും പോലീസ് സംശയിച്ചു. അതിൻ്റെ ഇടയിലൊരു കാര്യം പറയട്ടെ, ആ പണിയുന്ന വീട് പെൺകുട്ടിയുടെ അമ്മയ്ക്ക് വേണ്ടി അപ്പൂപ്പൻ പണിയുന്നതാണ്. അതും കൂടി ആലോചിക്കണം. ആ വീട്ടിലാണെന്ന് വിചാരിക്കുന്നു. അതിനിടയിലാണ് പരീക്ഷയ്ക്ക് പോകട്ടെ, സ്കൂളിൽ പോകട്ടെ എന്ന് കുട്ടി ചോദിക്കുന്നത്. ഒരു കൊലപാതകം നടന്ന വീട്ടിൽ, ചോരപ്പാടുകളുള്ള വീട്ടിൽ നിന്ന് ഒരു 13 വയസ്സുള്ള കുട്ടി സ്കൂളിൽ പോകട്ടെ എന്ന് ചോദിക്കുന്നത് തികച്ചും അസ്വാഭാവികമായി പോലീസിന് തോന്നി. അപ്പോൾ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അവരുടെ മേൽനോട്ടത്തിൽ ചോദ്യം ചെയ്തു വരുമ്പോഴാണ് സംഗതികളുടെ ചുരുളഴിയുന്നത്. പോലീസ് ആദ്യം ഞെട്ടി. പക്ഷെ പോലീസിന് ഞെട്ടിയിരിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരടുത്ത കാര്യങ്ങൾ അന്വേഷിച്ചു. ഫോൺ റെക്കോർഡുകൾ നോക്കി. വന്ന കുട്ടികൾ 18 വയസ്സ് തികഞ്ഞില്ലെങ്കിലും ബുദ്ധി 18 വയസ്സിനപ്പുറത്തായിരുന്നു. ഫോണുകളൊന്നും കൊണ്ടുവരാതെയായിരുന്നു വന്നത്. പക്ഷെ വിസ്തരിച്ചുള്ള അന്വേഷണത്തിൽ പോലീസ് ഈ 3 പേരിലേക്കും എത്തി. അവരെ പിടികൂടി. ഇപ്പോൾ 4 പേരും കസ്റ്റഡിയിലാണ്. കുട്ടിക്ക് വലിയ കൂസലൊന്നുമില്ല ചോദ്യം ചെയ്യലിൽ എന്നാണ് വിവരം. പെൺകുട്ടിക്ക് ഒരു ഐഫോൺ വാങ്ങണം എന്നായിരുന്നു മോഹം. ആൺകുട്ടികൾക്കാണെങ്കിൽ എല്ലാവർക്കും കൂടി ബൈക്ക് വാങ്ങിക്കണം എന്നായിരുന്നു. ഈ ആൺകുട്ടികൾക്ക് ലഹരി ഉപയോഗം ഉണ്ടോ എന്നുള്ളതും പോലീസ് അന്വേഷിക്കുന്നു. ഇപ്പോൾ ആ വീടിൻ്റെ ഒരു എക്സ്റ്റീരിയർ ഷോട്ട് മാത്രമേ നമുക്ക് കാണിക്കാൻ കഴിയുള്ളൂ, കാരണം ഐഡൻറ്റിറ്റി വ്യക്തമാക്കരുത് എന്നാണ് നിയമം.
പക്ഷേ ഈ കൊലപാതകം നമുക്ക് നൽകുന്ന സൂചന എന്താണ്? ഒരു കൂസലും ഇല്ലാണ്ട് സ്വന്തം ബന്ധുവിനെ, സ്വന്തം അപ്പൂപ്പനെ കൊല്ലാൻ ഒരു കുട്ടി പറയുക, കുട്ടി പറഞ്ഞ കേട്ട വഴി കേൾക്കാത്ത വാതി 3 കൂട്ടുകാർ വരിക, കൊല്ലുക, സ്വർണ്ണം പണമെടുത്ത് പോവുക, പോലീസുകാർ കൊല്ലുമ്പോൾ ഹൈ ജിൽ ജി എന്ന് പറഞ്ഞ് നിൽക്കുക, സ്കൂളിൽ പോട്ടെ എന്ന് ചോദിക്കുക. എന്താ പറയുക? നമ്മൾ അന്വേഷിച്ച പോലീസുകാരുടെ മാനസിക നിലയെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടി വരും. പോലീസ് തന്നെ ഞെട്ടിയിട്ടുണ്ടാവും. 13 വയസ്സ് എന്ന് പറഞ്ഞാൽ എത്ര പറയാം? കുട്ടിയാണ്, ടീനേജറാണ്, ടീനേജർ ആയിട്ടേ ഉള്ളൂ. ആ കുട്ടിയുടെ മാസ്റ്റർ ബ്രെയിനാണ് അത്ര. എന്തായാലും പോലീസ് തുടർന്നുള്ളത്. ഇതിനിടയിൽ കൂടി പാലക്കാട് നിന്നൊരു വാർത്ത വന്നു. തല്ലുകൂടുന്നതിൻ്റെ ഇടയിൽ ഒരു ക്വാറി ഉടമയുടെ തല്ലുകൂടുന്നതിനിടയിൽ ഭക്ഷണം പിടിക്കാൻ വന്ന ഒരു മെഡിക്കൽ ഷോപ്പുകാരനെ കുത്തിയ ആൾ +1 ആണ്. ആലപ്പുഴ കേസിൽ ടീനേജ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ടീനേജ് കഴിഞ്ഞിട്ടില്ലാത്ത മറ്റൊരു കുട്ടി, 17 വയസ്സേ ആയിട്ടുള്ളൂ. 17 വയസ്സുള്ള 2 കുട്ടികളും ഒളിവിലാണ്. ഈ റിപ്പോർട്ട് ചെയ്ത് തരുമ്പോഴേക്കും മിക്കവാറും പോലീസുകാരെ പിടിക്കും, സ്വാഭാവികമായിട്ട് പെട്ടെന്ന് പിടിക്കും, കുട്ടികളെ തന്നെ പിടിക്കും. അത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്നും അറിയില്ല. നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കാം എന്ന് പറയാനേ പറ്റുള്ളൂ. കാരണം കഴിഞ്ഞ ദിവസം പുറത്തു വന്നൊരു വാർത്ത ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. പ്രണയം നിഷേധിച്ചതിൻ്റെ, ആ പ്രണയം വേണ്ട എന്ന് അച്ഛൻ പറഞ്ഞ വൈരാഗ്യത്തിൽ അച്ഛനെതിരെ മകൾ കൊടുത്ത പോക്സോ കേസിൽ 18 മാസം ജയിലിൽ കിടന്ന് ഇടുക്കിയിലൊരു അച്ഛൻ പുറത്തിറങ്ങിയത് കഴിഞ്ഞ ദിവസമാണ്. ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയതുകൊണ്ട് പെൺകുട്ടി ആ കാമുകൻ്റെ കൂടെ പോയി ജീവിക്കുന്നുണ്ട്. പക്ഷേ 18 മാസം ജയിലിൽ കഴിഞ്ഞ അച്ഛൻ, അതുവരെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കാനും അയാളിത് ചെയ്തിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടായിട്ട് നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുഴുവൻ കുത്തുവാക്കുകളും കേട്ടും അയാൾക്ക് വേണ്ടി കേസ് നടത്താനൊക്കെ നടന്ന അമ്മ +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, 10ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പെങ്ങളെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ ജയിലിൽ പോയില്ല എന്നുള്ള ചോദ്യം കേൾക്കാൻ വയ്യാത്തതുകൊണ്ട് പഠനം നിർത്തി വീട്ടിനകത്ത് ഒതുങ്ങേണ്ടി വന്ന മകൻ. ഈ 3 പേരുടെയും ജീവിതം അങ്ങനെയാക്കിയതും 18 തികയാത്ത ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ ക്രിമിനൽ ബുദ്ധിയായിരുന്നു. അന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ പ്രണയം വേണ്ടാന്ന് പറഞ്ഞുള്ള ദേഷ്യം. അപ്പൂപ്പനെ കൊല്ലാൻ ഒരു 13-കാരിക്ക് ദേഷ്യമായത് എന്തിനാ ഇടയ്ക്കിടയ്ക്കിനെ വൈകി വരുന്നത് എന്ന് ചോദിച്ചത്. ആശങ്കപ്പെടാനേ തൽക്കാലം നിർത്തിയുള്ളൂ. നമുക്ക് ചേർത്ത് നിർത്താം കുട്ടികളെ എന്ന് പറയാനേ പറ്റൂ. ആശങ്കപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് പറഞ്ഞതല്ല. Subscribe to One India and never miss an update.